ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ? ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇത് നോക്കൂ, ഇങ്ങനെ എത്ര കേസുകളുണ്ടാവും. ഇപ്പോൾ ഈ സജയൻ ഇറങ്ങി തിരിച്ചതുകൊണ്ടാണോ ഈ മഹാശിവക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ കഥകൾ ഒക്കെ പുറത്തു വന്നത്? സജയൻ്റെ പോരാട്ടത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം നിരന്തരം ഈ ഓഫീസുകൾ കയറിയിറങ്ങി. അദ്ദേഹം റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി ചോദിച്ചിട്ട് പോലും രേഖകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഇത് ക്ഷേത്രഭൂമിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ട്. അതുകൊണ്ടാണല്ലോ കോടതിയിലേക്ക് പോകാൻ സാധിച്ചത്, അല്ലേ സജയൻ? തീർച്ചയായിട്ടും സജയൻ, നമ്മളെ രേഖകള് കറക്റ്റ് ക്ഷേത്രഭൂമിയാണെന്ന് ഉറപ്പായി. ക്ഷേത്രഭൂമിയാണ് അവര് നമ്മളൊക്കെ പുരാതന തളി ക്ഷേത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആരെയാണോ എങ്ങനെയാണോ എന്നോ അറിയാം, ആരടുത്തും അറിയില്ല. അതിന് രേഖയില്ല, നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ കയ്യിലില്ല. അവരാച്ച നമുക്ക് തരൂല്ല. നമ്മള് അതിന്റെ അടിസ്ഥാനത്തിൽ രേഖയൊക്കെ എടുത്തിട്ട് അത് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മള് നമ്മളെ ഹൈക്കോടതിയിൽ പോയുള്ളത്. പക്ഷെ രാജ്വക്കീൽ അതോടൊപ്പം തന്നെ നമ്മളെ അഭിദേശ് വക്കീൽ നിന്ന് നമ്മുടെ പൊന്നാനി ഏരിയയിൽ അങ്ങേര് കുറെ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കോടതിയിൽ നിന്ന് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. രേഖകൾ ഈ 1920, 1922, 1924 അതുപോലെ 1918 ഈ രേഖകളൊക്കെ നമുക്ക് എടുത്തു തന്നത് അങ്ങേരാണ്. നല്ല എന്താന്ന് പറഞ്ഞാൽ അത്രയും ഒരുപാട് സമയം നമുക്ക് മെനക്കെട്ടിട്ട് നമുക്ക് കുറെ രേഖകളൊക്കെ എടുത്തു തന്ന ആളാണ്. ഇതേപോലെ തന്നെ ഈ രേഖകളൊക്കെ എടുത്തു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരിക്കൽ നമ്മളെ ഈ പൊന്നാനി തഹസിൽദാർ നമ്മളെ ഒരു ഇയറിങ്ങിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. തഹസിൽദാർ നമ്മളോട് പറഞ്ഞ് ഈ നമ്മളെ വില്ലേജ് തഹസിൽദാരെ വിളിക്കേണ്ട പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മാറഞ്ചേരി വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്ത് കലക്ടർ റിപ്പോർട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 150 വർഷമായിട്ട് അവിടെ ഒരു ക്ഷേത്രം ഇല്ല. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഞാൻ എനിക്ക് അതിന്റെ ലെറ്റർ തഹസിൽദാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഇയറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അത് കിട്ടിയ പാട് ഞാൻ തഹസിൽദാർ ഇങ്ങനെ പറഞ്ഞ അപ്പൊ ഇന്ന ദിവസം തഹസിൽദാരുമായി വരണം, അല്ലെങ്കിൽ ഓഫീസിൽ വരണം എന്ന് പറഞ്ഞ് അവിടെ പോയി എത്തി ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ ഈ നമ്മളെ കോടതിയിൽ നിന്ന് കിട്ടിയ രേഖകൾ അഭിദേശ് വക്കീലിന്റെ കാരണമാണ് ആൾക്ക് കിട്ടിയത്. ഞങ്ങള് കോടതിയിൽ നിന്ന് കിട്ടിയ രേഖ കൊടുത്തത് 150 വർഷമായിട്ട് ക്ഷേത്രം ഞങ്ങൾ 1918 ഈ ക്ഷേത്രം അവിടെ പൊളിച്ചാൽ അതിക്രമിച്ച് കയറിയിട്ട് ആക്രമിച്ച് കാര്യങ്ങൾ അവർക്കെതിരെ എന്തെങ്കിലും കേസ് എടുത്തെന്ന് ചോദിച്ചു. അതിന് കേസുണ്ട്. അപ്പോഴാ തഹസിൽദാർക്ക് അറിഞ്ഞെത്തുമ്പോൾ കേസുണ്ടോ കാര്യങ്ങളുണ്ടെന്ന് തഹസിൽദാർ മനസ്സിലാക്കണത്. എന്നിട്ട് നമ്മളെ കേസിന്റെ കെട്ടടക്കം നമ്മൾ തഹസിൽദാർക്ക് കൊടുത്തായിരുന്നു ആ കേസിന്റെ കാര്യങ്ങളൊക്കെ. ഇതേപോലെ തന്നെ ഓരോ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഭരണകൂടങ്ങൾ ഇതേപോലെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് ടൈമിൽ ഒരു ഓൺലൈൻ വാർത്ത വന്നു. ദിനേശ് ചേട്ടന്റെ ഒരു ഫേസ്ബുക്ക് വാർത്തയെ തുടർന്ന് ഒരു എഴുതി വിട്ട ഇതിനെ തുടർന്ന് ആ ഫേസ്ബുക്ക് വാർത്തയെ തുടർന്നിട്ട് ഒരു ABC മലയാളം ചാനലിൽ ഒരു വാർത്ത വിട്ട് അതിനെ തുടർന്നിട്ട് നമ്മള് ഒരു അതിനെ തുടർന്നിട്ട് തന്നെ നമ്മൾ ജില്ലാ ഭരണകൂടം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തെന്ന് അവര് പറയുന്നത് വർക്ക് നിർത്തിവെക്കാം. പത്രത്തിൽ കണ്ടാണ് ഞാൻ വാർത്ത, പത്രത്തിലെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടതാണ്. തളി ക്ഷേത്രഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാം ഉത്തരവായി എന്ന് പറഞ്ഞിട്ട് വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥര് ഇവര് സത്യത്തിൽ വലിയൊരു മാഫിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി അങ്ങേയറ്റം മാഫിയാണ്. എല്ലാത്തിനും ഈ മൈനോറിറ്റി ഒരു പ്രത്യേക വിഭാഗത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. നമ്മളല്ല ഈ രേഖകൾ നമ്മളിവിടെ ഈ വിശ്വാസികളാണ്, അല്ല ഹിന്ദുവാണ്, അല്ല എന്ത് കാര്യമാണ് നമ്മൾ ചെന്ന് നമുക്കൊരു വിലയില്ല, അവിടെ ഒരു കാര്യമില്ല, അവരോട് ചോദിച്ചിട്ടും കാര്യമില്ല. ഒരു രേഖ പോലും നമുക്ക് തരില്ല ഉദ്യോഗസ്ഥര്. ഇവര് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ യൂണിയനാണ്, അവരാണ് തീരുമാനിക്കേണ്ടത് കൊടുക്കണ്ടെന്ന്. ഞാൻ ഇതേപോലെ തിരൂർ RDOക്ക് രേഖ കൊടുത്തു. ഞാൻ ഇതിന്റെ രേഖ കിട്ടണം എന്ന് പറഞ്ഞിട്ട് തിരൂർ RDOക്ക് രേഖ കൊടുത്തപ്പോ നമ്മളോട് പറയണം അങ്ങനത്തെ രേഖ ഇവിടെ ഇല്ല. ഞാൻ പിന്നെ എവിടെ പോയി രേഖ. അതേപോലെ തന്നെ ഞാൻ മലപ്പുറം ദേവസ്വം ട്രിബ്യൂണലിൽ ഞാൻ പോയി ഇത് പതിച്ചു കൊടുത്താന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ പോയപ്പോ ഞാൻ അപേക്ഷ മുമ്പിൽ വായിച്ചുകിട്ടാ തിരിച്ചിരുന്നു. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് SM നമ്പർ വേണമെന്ന് പറഞ്ഞു. ഇത് അറിയണമെന്ന് പറഞ്ഞു. SM നമ്പർക്ക് എവിടെ നിന്ന് കിട്ടാനാ? ഞാൻ വിവരാവകാശമുള്ള തരുന്നത് നിങ്ങളെ നോക്കണ്ടെന്ന് പറഞ്ഞു. അതിന്റെ സർവേ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ ഞങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞു. ഇല്ല, ഇത് ഇവിടെ കിട്ടും, ഇത് ഇവിടെ നിന്ന് നോക്കാൻ പറ്റില്ല തോന്നുന്നു, അത് ഇങ്ങനത്തെ അപേക്ഷ എടുത്ത് വാങ്ങൂല്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ പോന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഉദ്യോഗസ്ഥരെ ഒരു ക്ഷേത്രം പൊളിക്കുക, അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുക, അതിന്റെ കാര്യങ്ങൾ നമ്മളതിനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ചെന്നാൽ നമുക്കെതിരെ ഇല്ലാത്ത കുറ്റമില്ല. നമ്മളിതേപോലെ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളെ ഗുരുവായൂർ ദിവസത്തിൽ പോയത്. ഗുരുവായൂർ ദിവസത്തിൽ പോയപ്പോ എന്താ പറയണത്? അവര് ഇതേപോലെ തന്നെ ഇത് അങ്ങനെ നിങ്ങൾ വെറുതെ നിറയെ മറ്റേ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, വയലൻസ് ഉണ്ടാക്കണ്ട, അത് കാരണം ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത് നമ്മളിതിന്റെ രേഖയൊക്കെ എല്ലാ രേഖ തന്നിട്ടല്ലേ ഞങ്ങൾ ചോദിക്കണേ.
ഈ കാര്യങ്ങൾ രോഗിയൊക്കെ മറച്ചേക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഞാൻ കോഴിക്കോട് ആർക്കിവിസിൽ നിന്ന് എടുത്ത രേഖയാണിത്. ആ ക്ഷേത്രം ഒന്നാമത് പിന്നെ 2 ഏക്കർ 15 സെന്റല്ല 6 ഏക്കർ 6.66 ഈ സ്ഥലം, ഈ ക്ഷേത്രത്തിന്റെ മൊത്തം സ്ഥലം. ആ ക്ഷേത്രത്തിൽ ഏകദേശം 8 കിണറുണ്ട്. 8 കിണർ, അതേപോലെ അതിന്റെ 2 വലിയ കുളങ്ങളുണ്ട്. ആ കുളത്തിന്റെ പടവ് ഇപ്പൊ കഴിയേറിയിട്ട് ഒരു ഇപ്പൊ എടുത്ത് ഏകദേശം ഒരു ഒറ്റ മാസമായിട്ടുള്ളൂ ഞാൻ തഹസീൽദാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ കുളം കയ്യേറിയിട്ട് പടവും മൂടിയിട്ട് ഇപ്പൊ ഒരു റോഡ് വെട്ടിക്കണം അടുത്ത പറമ്പിലേക്ക്. തഹസീൽദാർക്ക് ഞാനൊരു പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കണേ. അല്ലേ ക്ഷേത്രം പോലും നമ്മളത് കോടതിയിൽ ഗുരുവായൂർ തന്ത്രിയെ പോലും ഇപ്പൊ കുപ്പിയിലാക്കിയിരിക്കുകയല്ലേ? ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറഞ്ഞ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ദേവസ്വം എന്ന് പറഞ്ഞിട്ട് അങ്ങേയറ്റം ഉത്തരവാദിത്തം ഇല്ലാത്ത പരിപാടിയാണ് അവിടെ നടത്തുന്നത്. നമ്മളൊരു പരാതി എടുത്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അതുപോലെ തന്നെ ദേവസ്വം സെക്രട്ടറി വരെ കൂടി ഇവിടെ വന്ന് നമ്മൾ അതിന് നടപടി എടുക്കാന്ന് പറഞ്ഞ് പോയതാണ്. ഒരു നടപടി എടുത്തില്ല. അവരെ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട് നമ്മൾ ദേവസ്വത്തിന്. അല്ല കേസിൽ കക്ഷി ചേരേണ്ടവരല്ലേ ഗുരുവായൂർ ദേവസ്വം അല്ലേ? ഇപ്പൊ സജയം കക്ഷി ചേരേണ്ടതാണ്. കേസില് കക്ഷി ചേരേണ്ടവരല്ലേ ഹൈക്കോടതിയിൽ? ഒരു കക്ഷി ചേരേണ്ട ആളുകളാണ്. നമ്മൾ പോയി പറഞ്ഞേ. ഞാനിതേപോലെ ഒരു വിവരാവകാശം കൊടുത്തപ്പോൾ അവിടുന്ന് ലെറ്ററുമായി നമുക്ക് അറിയില്ല ദേവസ്വം സെപ്പറേറ്റാ നിൽക്കണ വിവരാവകാശമായിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് അത് അപ്പൊ പറഞ്ഞ് നമ്മള് ഇതൊക്കെ റെസീറ്റൊക്കെ തിരിച്ചു തന്നിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ലെറ്റർ അയക്കും, നിങ്ങളിവിടെ പൈസ അടച്ചില്ല കാരണം ഇത് തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ തന്നെ പറയണ്ടേ ഈ പൈസ അടക്കണം നിന്നിട്ടല്ലേ നിങ്ങൾക്ക് ഈ റെസീറ്റ് തരേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് ലെറ്റർ അയച്ചിട്ട് പൈസ അടച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ വാങ്ങി വെക്കുമ്പോൾ നോക്കേണ്ട പൈസ വെച്ച റെസീറ്റ് പിൻ ചെയ്തിട്ടല്ലേ നിങ്ങൾ വാങ്ങി വെക്കേണ്ടത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കേണ്ടത്. നമ്മൾ ഒന്നിന് പോയിട്ടുണ്ട് ഒരു 10 പ്രാവശ്യം നമ്മൾ എങ്ങനെയും നടത്തിയത്. ദേവസ്വം ഒന്ന് മാത്രമല്ല, നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ തൃശ്ശൂര് ഇതിന്റെ അപ്ലേറ്റ് അതോറിറ്റി പോയിരുന്നു. ഈ സർവേ നമ്പർ ഈ കാര്യങ്ങൾ ഈ പതിച്ചെടുത്ത സർവേ നമ്പർ അതുപോലെ ആധാർ നമ്പർ എല്ലാം കൂടി വെച്ചിട്ട് അപ്ലേറ്റ് അതോറിറ്റി പറയുന്നത് ഈ സ്ഥലം പതിച്ചു കൊടുത്തില്ല എന്നാണ്. അങ്ങനെ ദേവസ്വത്തിന്റെ കക്ഷി ചേർന്നൂടെ? ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇവരെല്ലാരും കൂടി എന്തൊക്കെയോ പ്രശ്നങ്ങൾ. മൗലത്ത് ഇസ്ലാമിന് പൈസ കൊടുത്താന്ന് അറിയില്ല. ഇപ്പൊ 150 വർഷമായിട്ട് അവിടെ ക്ഷേത്രം ഇല്ലാന്ന് വില്ലേജ് ഓഫീസർ ഒരു കലക്ടർക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് വില്ലേജ് ഓഫീസർക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ഞാൻ മനസ്സിലാക്കണത്. വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് പറഞ്ഞ ഇവിടെ വന്നിട്ട് അന്വേഷിച്ച ആള്, ഞാൻ പരാതി കൊടുത്ത നമ്മളോട് അന്വേഷിക്കുക ചോദിക്കൊന്നും ചെയ്തില്ല. അവിടെ വന്നിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോടോ ചോദിക്കണേ, എന്താ ചോദിക്കണേ? മൂപ്പര് 150 ആകെ മൂപ്പർക്ക് ചില്ലറ വയസ്സാണ്, 17 വയസ്സായിട്ടുണ്ടാവും. മൂപ്പര് 150 വർഷമായിട്ട് ഇവിടെ ക്ഷേത്രമില്ലാന്ന് അറിയുമ്പോ അയാൾക്ക് എത്ര വയസ്സുണ്ടെന്ന് വില്ലേജ് ഓഫീസർക്ക് ചിന്തിച്ചൂടെ? അയാൾ 150 വർഷം ഒന്നായിട്ട് ജീവിച്ചില്ലല്ലോ അവിടെ. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടില്. റിപ്പോർട്ട് കൊടുക്കണ നമ്മുടെ അവരേതായ ആള്, അതേപോലെ തന്നെ മൗലത്ത് ഇസ്ലാം സഭയുടെ ഈ കാര്യസ്ഥനോട് പോയിട്ടാണ് റിപ്പോർട്ട് ഉണ്ടാക്കണ ചോദിച്ചിട്ട്, അതേപോലെ തന്നെ അവിടെ പണി നടക്കണവരോടൊക്കെ ചോദിച്ചിട്ടാണ്. അതിന് വില്ലേജ് ഓഫീസറോട് ഞാൻ അത് എന്തിനു ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കാന്നപ്പോ എന്നെ നിങ്ങളായിട്ട് സംസാരമില്ല, ഒരു പ്രശ്നമില്ല, നിങ്ങളായിട്ട് സംസാരം തന്നെ ഇല്ല, ഉണ്ടാതെ അങ്ങനെ ഇരിക്കുക ഒരു വിഗ്രഹം പോലെ. ഞാൻ പറഞ്ഞു നിങ്ങളെ ഔദാര്യത്തിന് വന്നുള്ളതല്ല, നമ്മളെ കാര്യത്തിന് വന്നുള്ളതാണ്, അതിന് മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. അങ്ങനെ ഒഴിഞ്ഞു മാറുക, മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുക. പക്ഷെ കുറെയൊക്കെ നമ്മളോട് തഹസിൽദാർ പറഞ്ഞ് ഈ രേഖ ചിലപ്പോ ഇവര് വേറെ എന്തെങ്കിലും രേഖ വെച്ചിട്ട് ഉണ്ടാക്കി ആയിരിക്കാനോ സാധ്യത എന്നാണ് തഹസിൽദാർ പറയുന്നത്. ഈ ഭൂമി ഒരിക്കലും പതിച്ചു കൊടുക്കാനോ കയ്യേറാനോ കൈവശം വെക്കാനോ പാടില്ലാത്ത ഭൂമിയാണ് ഇത് എന്ന് പറഞ്ഞു തഹസിൽദാർ. എന്നാലും ഇവരൊക്കെ എവിടെയൊക്കെയോ എന്ന് പറഞ്ഞാൽ മറ്റു ഭരണകൂടങ്ങളോ മറ്റു സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇവര് എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കണം. ഒരു അനുമതി ഇല്ലാതെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയ അതിന് നടപടി എടുക്കേണ്ടത് പഞ്ചായത്ത് ഭരണകൂടമില്ല. പഞ്ചായത്ത് ഭരണകൂടത്തിൽ ഗ്രാമസഭയിലടക്കം നമ്മൾ പരാതി വെച്ചിട്ട് ആ പരാതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി എടുക്കാൻ പോലും ഒരു കെൽപ്പില്ലാത്ത ഭരണകൂടം അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരാണ് നമ്മളെടുത്തുള്ളത്.